ഇന്ന് നമുക്ക് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത നല്ലൊരു മീനിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 1 കിലോ മീനാണ്, അയക്കൂറയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അയക്കൂറ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ ഡിഷിന് കൂടുതൽ മുളക് പൊടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞളും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ഡ്രൈ ആകാത്ത രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. അതിൽ കുറച്ച് പൊടിയെല്ലാം ഉണ്ടാവും, അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊന്ന് സോട്ടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 3 ഉള്ളി, മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇടണം, കാരണം നമ്മൾക്കിത് നന്നായിട്ട് വാട്ടിയെടുക്കാനുള്ളതാണ്. കനം കൂടിപ്പോയാൽ പിന്നെ അങ്ങനെ വാടി കിട്ടൂല. അതുകൊണ്ട് നല്ലോണം നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്നൊരു പാകത്തിന് ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയും തക്കാളിയെല്ലാം വാടി നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാലകളെല്ലാം എണ്ണയിൽ നിന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുക്കുമ്പം കൂടുതൽ വെള്ളം ചേർക്കാണ്ട് അത്യാവശ്യം കട്ടിയിൽ തന്നെ എടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഗ്രേവിയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടത് വറ്റി കിട്ടും. സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കാണ്ട് പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് വറ്റി വന്നിട്ടുള്ള മീനിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നമ്മൾ ഫിഷ് മോളി ചെയ്യുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തൊരു റെസിപ്പിയാണ്. പിന്നെ ഇതിൽ ഫിഷ് നമ്മൾ തേങ്ങാപ്പാലിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം.